രാഹുലേട്ട ഒടുവിൽ പാറ്റകൾക്ക് മുന്നിൽ അടിയറവ് വച്ചിരിക്കുകയാണ് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഒട്ടും വിട്ടുവീഴ്ചയില്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇത്രയും നിമിഷവും നമ്മൾ വിചാരിച്ചിരുന്നത്. അങ്ങനെ തന്നെയാണ് BJP-യുടെ വക്താക്കളും നരേന്ദ്രമോദിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ തൻ്റെ രാജിസന്നദ്ധത അത് പ്രധാനമന്ത്രിക്ക് കത്തിലൂടെ അയച്ചിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ ചെയ്തിരിക്കുന്നത്. ഒടുവിൽ പാറ്റകൾക്ക് മുന്നിൽ അടിയറവ് വെച്ചു എന്ന് തന്നെ നമുക്ക് പറയാനായി സാധിക്കും. തീർച്ചയായിട്ടും ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോക്രോച്ച്. നമ്മൾ ആ ഒരു മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ ഇതുവരെ ഇപ്പോൾ CJP എന്ന് പറയുന്ന ഒരു പാർട്ടിയല്ല, ഒരു മോബ് എന്ന് പലപ്പോഴും അങ്ങനെയാണ് മുന്നേറ്റം അത്ര മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ എപ്പോഴും അതിനെ ഫോളോ ചെയ്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. കാരണം ഇതേപോലെ ഓരോ കൂട്ടങ്ങൾ പലപ്പോഴും വന്നും പോയി നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നതാണ്. പക്ഷെ ഇവരുടെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ നമുക്കറിയാം, ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്ന ഒരു ജഡ്ജിയാണ് ഈ പാർട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കാരണമായത്. ആ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞത്, ഇവിടുത്തെ യുവാക്കൾ പാറ്റകളെ പോലെയാണ്, ഒരു ജോലിക്കും പോകുന്നില്ല, അവരെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല, നാടിന് വെറുതെ കുമിഞ്ഞു കൂടുകയാണ്. അങ്ങനെ പറഞ്ഞ ഒരു പ്രസ്താവനയിൽ നിന്നുമാണ് ഈ CJP എന്ന് പറയുന്ന അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി രൂപപ്പെടുന്നത്. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആദ്യമേ വന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരാൾ രാജിവെക്കണമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നമുക്കറിയാം എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടതെന്നും നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നതും നമ്മളൊരു ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു പ്രസ്താവന കൊണ്ട് നമുക്കൊരാൾ രാജിവെക്കാൻ പറയാനൊന്നും കഴിയില്ല. പക്ഷെ അവരുടെ ആദ്യഘട്ടത്തിലുള്ള ആവശ്യങ്ങൾക്കുൾപ്പെടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുമ്പോഴും നീറ്റുമായി ബന്ധപ്പെട്ടവർ സംസാരിച്ചിരുന്നു. അല്ല, അവിടെയാണ് പിന്നീട് വന്ന ഈ CJP എന്ന് പറയുന്ന പാർട്ടിയുടെ അവരുടെ ലക്ഷ്യം പിന്നീട് മാറുകയായിരുന്നു. ഇപ്പോൾ കാണുന്ന CJP എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രതിപക്ഷ സംഘടനയെ പോലെയാണ് നമ്മളിപ്പോൾ CJP നോക്കിക്കാണുന്നത്. അവർക്ക് കൊണ്ടുവരാൻ ആദ്യത്തെ കാലത്ത് അവർ നിശബ്ദരായിരുന്നു. അവർക്ക് അവരുടെ സംസാര ഇടങ്ങളിലേക്ക് ആരും വന്നിരുന്നില്ല. കാര്യങ്ങളിൽ മാത്രമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ CJP. അല്ല, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പോലും നോക്കൂ, ആദ്യഘട്ടത്തിൽ ആരും അവരെ അംഗീകരിച്ചില്ല. അവർ സമരം തുടർന്ന് മുന്നോട്ട് പോയി. നമുക്കറിയാം, അഭിജിത്ത് എന്ന് പറയുന്ന ആള് വിദേശ രാജ്യത്ത് ഒരു കംഫോർട്ട് സോണിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിൽ ജീവിച്ചു പോകുന്ന ഒരാളായിരുന്നു. അയാളുടെ ജീവിതം മാറ്റിമറിച്ചത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഇപ്പോൾ പേർലി മാണി, രഞ്ജിനി ഹരിദാസ് ഒരു വാറ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ പേർലി മാണി അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവർക്ക് സമരത്തിൽ അടികൊള്ളുന്നത് ഇതെല്ലാം കണ്ടിട്ട് വിഷമത്തോടെ ഒരു ലേഖനം പോലെ എഴുതി, നിങ്ങൾ പോരൂ, നിങ്ങളുടെ ജീവിതം കളഞ്ഞിട്ടുള്ള ഒരു സമരവും വേണ്ട, എനിക്ക് വളരെയധികം വിഷമമാകുന്നു. പക്ഷെ അതില് പേളി കൂട്ടിച്ചേർത്തൊരു കാര്യമുണ്ട്, എനിക്ക് പതാകയിൽ ഇഷ്ടമുള്ള നിറം സാഫ്രോൺ ആണ് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കുന്നതിന്. അതെല്ലാം ശരിയാണ്. പക്ഷേ ഇതേ കാര്യം തന്നെ ഇപ്പോൾ നമുക്കറിയാം, എന്തിനാണ് യുവാക്കൾ സമരം ചെയ്യുന്നത്? നീറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. നീറ്റ് എഴുതുന്നത് എത്ര ലക്ഷം പേരാണ്. ഒരു രാജ്യത്തെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷയിൽ പാളിച്ച സംഭവിക്കുമ്പോൾ ആ പരീക്ഷ എഴുതുന്ന സംവിധാനത്തിനെതിരെയാണ്. ആ സംവിധാനം ഇത് ഒരു പ്രാവശ്യമല്ല, വർഷക്കാലമായിട്ട് ഇത് തന്നെ ആവർത്തിച്ചു പോരുമ്പോൾ എനിക്ക് അതിനകത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പല രീതിയിലുള്ള പ്ലക്കാർഡുകൾ പിടിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് യു ഫക്ക് ദ റോങ് ജനറേഷൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ജനറേഷൻ മാറി, അത് നമ്മൾ മനസ്സിലാക്കണം. പ്രധാനമന്ത്രിക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിലേക്ക് വീണ്ടും കടന്നു വന്നിട്ട് എന്ന് മന്ത്രിമാർക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെയൊക്കെ മന്ത്രിയായിട്ട് ഞാൻ അംഗീകരിക്കൂ. അതെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവരുടെ ഈ സമരങ്ങൾ നമുക്കറിയാം, അദ്ദേഹം അവിടേക്ക് കടന്നു വരുന്നു. പിന്നീട് അവർ നിശബ്ദമായിട്ടാണ് അവർ സമരം ചെയ്യുന്നു, സമരവുമായി മുന്നോട്ട് പോകുന്നു, ആരും സഹകരിക്കാൻ വരുന്നില്ല. പിന്നീട് സമരം മുന്നോട്ട് പോകുന്ന വേളയിൽ ഇവരിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളും വരുന്നു. ഈ ആളുകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരേ സമയം ഇപ്പോൾ അവരുടെ ആവശ്യം എന്താണ്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. നമ്മുടെ ധർമ്മേന്ദ്ര രാജിവെക്കുക, ഇതായിരുന്നു ഇവരുടെ അവകാശം. ഇവരിതിനുമായി സമരത്തിന് പോകുന്നു. അവസാനം ഇവരെ രാജ്യദ്രോഹികളാക്കി. ഇവരാരായി? രാജ്യദ്രോഹി. ഇപ്പുറത്ത് അതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകർ അതിന് വർക്ക് ചെയ്യാത്തക്ക വിധത്തിൽ കൃത്യമായിട്ട്, ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ MA ബേബി ഒരു രാജ്യദ്രോഹിയായി.
ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് എം എ ബേബിയെ പറ്റി അറിയാം. നമ്മളെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിരുന്നു. എൻ്റെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആളാണ് അദ്ദേഹം. അവിടുത്തെ CJP അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ജെൻസി കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് എന്താണ് പിന്തുണയുമായിട്ട് പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം ചൈനീസ് അവിടുന്ന് ആരോ വന്നിരുന്നു, അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി. ഇത് കഴിഞ്ഞിട്ട് എന്താണ് മാധ്യമങ്ങളുടെ വാർത്ത? ഇദ്ദേഹം രാജ്യദ്രോഹിയാണ്. അതായത് നമ്മുടെ എം എ ബേബിയുടെ ഫോട്ടോ വെച്ചിട്ട് ചുമന്ന അളവുണ്ട്, ഇയാളാണ് ചൈനയുമായിട്ടുള്ള ബന്ധം, ഇയാൾ ആരാണ്, ഇയാളെ പറ്റി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്ക്, എം എ ബേബി രാജ്യദ്രോഹി ഒറ്റ ദിവസം കൊണ്ട്. സംസാരിക്കുന്നവരൊക്കെയും രാജ്യദ്രോഹികളായി മാറുന്ന ഒരു സ്ഥിതി കുറച്ച് നാളുകളായി നമ്മുടെ രാജ്യത്തിനകത്ത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഒരു സമരം നടക്കുകയാണ്. ഈ സമരം നടക്കുമ്പോൾ ഈ സമരത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട്, രാജ്യദ്രോഹികളായിട്ടുള്ള, അല്ലെങ്കിൽ ഈ രാജ്യം തകരണം അല്ലെങ്കിൽ ഈ രാജ്യത്തെ സംവിധാനങ്ങൾ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഇതിനോടൊപ്പം ചേർന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഭരിക്കുന്ന സിസ്റ്റത്തിനെതിരെ നമ്മളൊരു സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് പിന്തുണയായിട്ട് വരുന്ന ആരൊക്കെയാണ്? എല്ലാവരും വരും. ആ സിസ്റ്റത്തെ ഇല്ലാതാക്കണമെന്ന് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്, ഒളിച്ചിരിക്കുന്ന ആളുകളുണ്ട്, അവരും വരും, അവരും സപ്പോർട്ട് ചെയ്തിട്ട് പോകും. പക്ഷേ എന്താണ്, അവരതിലൊന്നും പതറിയില്ല. അവരെന്താണ് ചെയ്തത്? അവരുടെ ആവശ്യത്തിന് വേണ്ടി അവർ ഒന്നിച്ചു നിന്നു. അവസാനം ഇവിടുത്തെ BJP പ്രൊപ്പഗണ്ട എന്തായിരുന്നു? രാജ്യദ്രോഹികളായിട്ടുള്ള കുറേ ആളുകൾ അവരവിടേക്ക് നിന്നിട്ട് സമരം ചെയ്യുകയാണ്. പിന്നീട് എന്താണ് പറയുന്നത്? ഇത് കുറേ ആളുകൾ വെറുതെ പോയി ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ റീലിട്ട് നടന്നവരൊക്കെ, ഇപ്പോൾ നീറ്റിന്റെ ഫുൾ ഫോം അറിയാത്തവർ, UGCയുടെ ഫുൾ ഫോം അറിയാത്തവർ ഇവിടെ സമരത്തിന് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും ഗോഡി മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. മീഡിയ ചെന്നുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്കിടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യം CBSEയുടെ ഫുൾ ഫോം എന്താണ്? അപ്പൊ അതിൽ വിദ്യാർത്ഥി തിരിച്ച് മറുപടി പറയുന്നുണ്ട്, ഈ സമയത്ത് CBSEയുടെ ഫുൾ ഫോം ആണോ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നത്? അതാണോ മാധ്യമധർമ്മം എന്ന് ആ വിദ്യാർത്ഥി തിരിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം. ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്കറിയാം എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, മീഡിയയും കൺട്രോൾ ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ്. എൻ്റെ ഫോണിൽ തന്നെ ഞാൻ റീല് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നിപ്പോയി CJP ഇനി വർഗീയ അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരന്മാർ വല്ലതും ആണോ? എവിടുന്നൊക്കെ എന്തെല്ലാം ന്യൂസുകളാണ് വരുന്നത് അറിയാമോ? അപ്പോൾ ആ ന്യൂസുകൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം ചില പ്രൊപ്പഗണ്ട ചാനലുകൾ അല്ലെങ്കിൽ ചില ചാനലുകൾ കൃത്യമായിട്ട് അതിനെ പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പം മലയാളികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, ഇവർ വന്നിട്ട് പറയാണ് ഇവരെല്ലാം രാജ്യദ്രോഹികളാണ്. ഇതിനകത്ത് ചില കാര്യങ്ങൾ മാത്രം നമുക്കറിയാം. ആ റീല് പലതും നമ്മൾ കാണുമ്പോൾ അതിനകത്ത് വാളുമായിട്ട് വരുന്ന പഞ്ചാബിൽ നിന്നുള്ള കുറേ ആളുകളുണ്ട്. ഇവരുടെ ഷോ ഓഫും മറ്റു കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതെന്താണ്, ജെൻസികളുടെ സമരമാണ്. ഇതിലേക്ക് അങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിലേക്ക് വരുമ്പോൾ എന്താണ്, ഇവർ വാളുമായിട്ട് നിൽക്കുന്നതും ഇവർ പോലീസിനെ അടിക്കുന്നതും അങ്ങനെയുള്ള ചില വിഷ്വൽസ് മാത്രം ഈ മാധ്യമങ്ങൾ കൃത്യമായിട്ട് എടുത്ത് അത് സൈഡ് ചേർന്നുകൊണ്ട് ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് ഗോഡി മീഡിയയിലുള്ള ആളുകൾ നടത്തുന്നത്. ഗോഡി മീഡിയ മാത്രമല്ല, സാമൂഹ്യ മാധ്യമങ്ങളെ മുഴുവൻ BJP വിലക്ക് വാങ്ങിച്ചു. ഞാൻ BJPയുടെ പവർ എന്താണ് എന്ന് തിരിച്ചറിഞ്ഞത് ഈ ഒരു വിഷയത്തിലൂടെയാണ്. ഇത്രയും വർഷം ഞാൻ വിചാരിച്ചിരുന്നത് BJP എന്ന് പറയുന്നത് ഒരു മാധ്യമം അത്രേ ഉള്ളൂ, കേരളത്തിലൊന്നും അതിന് വലിയ പ്രസക്തി ഒന്നും ഇല്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെയും അങ്ങനെ കരുതിയിരുന്ന ഒരാളാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ കരുതിയില്ല 3 സീറ്റുകൾ നേടുമെന്ന്. 3 സീറ്റുകൾ ഒതുങ്ങി. അവർ പറഞ്ഞ് 10-20 സീറ്റ് നേടുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങൾ, മലയാള സാമൂഹ്യ മാധ്യമങ്ങൾ പോലും കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പറയേണ്ട ഒരു കാര്യം. BJP കോക്രോച്ച് ജനതാ പാർട്ടി രൂപീകരിച്ച ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് തുടങ്ങിയ സമയത്ത് ഇതിന് വലിയ ജനപിന്തുണ കിട്ടുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ഈ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നവരാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം പോലും ഈ CJPയുടെ അക്കൗണ്ട് കുറച്ച് നേരത്തേക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അഭിജിത്ത് DK ആളുടെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്നാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിരന്തരം ഈ അക്കൗണ്ട് പൂട്ടിക്കാൻ വേണ്ടി പോലും BJP അല്ലെങ്കിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ശ്രമിച്ചിരുന്നതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ സംഘർഷങ്ങൾ നടന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ പോസ്റ്റ് ഇടുന്ന ആളുകൾക്ക് എനിക്കറിയില്ല, അവർ ഒരു സമരത്തിന് പോലും പോയ ആളുകളായിരിക്കത്തില്ല. സമരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമരം നടത്തുന്നു, അവസാനം പോലീസ് അവരെ നീക്കം ചെയ്യുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സമരത്തിൽ നടക്കുന്നത്. അറസ്റ്റ് വരിക്കുക, സമരത്തിന്റെ അവസാന മുറ എന്ന് പറയുന്നത് അറസ്റ്റ് വരിക്കുകയാണ്. അടികൊള്ളുക, അങ്ങനെയെങ്കിൽ മാത്രമേ മാധ്യമ ശ്രദ്ധ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പോൾ പേർലി മാണി പറയുന്നത് പോലെ അടികൊള്ളാതിരുന്നാലൊന്നും ഇവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല. എത്ര ആളുകൾ മരണപ്പെട്ടിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇവിടേക്ക് വന്ന ഗാന്ധിജിയോട് പറയുകയാണ്, നീ വിദേശ രാജ്യത്തല്ലായിരുന്നോ മോനെ, നീ അവിടെ കാണും കിടന്ന് പണിയെടുത്താൽ പോരായിരുന്നു, ഇവിടെ വന്നിട്ട് എന്തിനാണ് നീ അടികൊള്ളാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഗാന്ധിജിയോട് അന്ന് ഇതേപോലെ ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചോദിച്ചിരുന്നെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഇന്ന് സ്വാതന്ത്ര്യം പോലും പോലും കിട്ടില്ല. കിട്ടില്ലായിരുന്നു. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് പോയി ജീവത്യാഗം ചെയ്ത ആളുകളോട് പോകുന്നതിന് മുമ്പിട്ട് എന്തിനാ മോനെ ഇതിനൊക്കെ പോകുന്നത്, അങ്ങനെ പറഞ്ഞൊരു ടീംസ് ഉണ്ട്. ഉണ്ടാകും. നിങ്ങൾ എന്തിനാണ് സ്വാതന്ത്ര്യ സമരത്തിന് അല്ല, പോകുന്നത്? ഒരു നിങ്ങൾ നാണയമുണ്ടെങ്കിൽ രണ്ട് വശമുണ്ടെന്ന് പറയുന്നത് പോലെ ഇതിന് ഏത് രീതിയിലും അല്ല, അന്ന് അങ്ങനെ സംസാരിച്ച സംഘടന ഇന്ന് രാജ്യസ്നേഹം മുഴക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു എന്താണിത്? ഈ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ പങ്ക് വഹിച്ചത് ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ RSS ഉൾപ്പെടെ മാറിയിട്ടുള്ളത്. പഴയ കാലത്തെ ചരിത്രം എടുത്തു വെച്ച് നോക്കൂ. ഇപ്പോ അന്ന് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകണമോ എന്ന് ചോദിക്കുമ്പോ ഹെഡ്ഗേവാറിന്റെ കുറെ അങ്ങനെയുള്ള കുറെ പ്രസ്താവനകളുണ്ട്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ജയിലിൽ 2 വർഷം ചെന്ന് കിടക്കുന്നു, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വീടിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് തോന്നും. അങ്ങനെ നിങ്ങളുടെ ജീവിതം 2 വർഷം തറവരയിൽ പോകണോ, അതോ സ്വയം സേവകനായിട്ട് ഈ രാജ്യത്തെ സ്നേഹിക്കണോ? നിങ്ങൾ ഞങ്ങളോടൊപ്പം വരൂ. എന്തിനാണ് വെറുതെ സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ട് നിങ്ങൾ വെറുതെ ജീവിതം കളയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച ആളുകളുണ്ട്. വിട്ടയക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്റെ ഷൂ ഉൾപ്പെടെ നക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ അത് നമ്മൾ പലപ്പോഴും അല്ലാതെ പറയുന്നതാണ്. ഇപ്പോൾ ഒരുപാട് മാപ്പെഴുതി കൊടുത്തൊരു സംഘടനയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ നമുക്കറിയാം, സ്വാതന്ത്ര്യം നേടിത്തന്ന ആളുകളോട് ചില ആളുകൾ പറയുന്നത് പോലെയാണ് ഇന്ന് ഈ യുവാക്കൾ എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് പോലും പലർക്കും അറിയില്ല. അവർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യം എന്തായിരുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അവസാനം രാജിവെച്ചില്ലേ? ഇതാണ് ഈ രാജ്യത്ത് എല്ലാ വിപ്ലവങ്ങളും നോക്കിക്കോളൂ, യുവാക്കൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ പല സംസ്ഥാനങ്ങൾ പല രാജ്യങ്ങളിലെയും അവസാനം നടത്തുള്ള പ്രക്ഷോഭങ്ങൾ നേപ്പാളിലെ പോലും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നേപ്പാൾ പോലെ ആക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതിനോടൊന്നും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഈ സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പോലും ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. നമ്മളത് മനസ്സിലാക്കണം, അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവനും ജീവിതം എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഭരണഘടനയാണ് നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് പറയുന്നതും ഭാരതത്തിന്റെ ഭരണഘടനയാണ്. അതിനെ മുൻനിർത്തിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കീഴിലാണ് നരേന്ദ്രമോദിയും മറ്റുള്ള ആളുകളും എല്ലാം വരുന്നത്. ജനപ്രതിനിധികളാണ്, ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നരേന്ദ്രമോദി ആണെങ്കിലും ഈ നാട്ടിലുള്ള ഏത് നേതാവിനെയാണെങ്കിലും ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. അവരെല്ലാം ജനപ്രതിനിധികളാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ അവര് അധികാരത്തിൽ നിന്ന് ഇറങ്ങണോ എന്ന് തീരുമാനിക്കേണ്ടത് ഓരോ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് നടന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറയുന്ന അവകാശ സമരമായിരുന്നു നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അപ്പോൾ രാജിവെച്ചോ ഇല്ലയോ എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. കാരണം കുറച്ചു നേരം മുമ്പിട്ട് അദ്ദേഹം എക്സിൽ ഒരു കുറിപ്പ് എഴുതുകയാണ് ഉണ്ടായത്. ഞാൻ രാജി പ്രധാനമന്ത്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ രാജി അങ്ങനെ അത്ര പെട്ടെന്ന് നരേന്ദ്രമോദി സ്വീകരിക്കുമോ എന്നും എനിക്കറിയില്ല. കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു കലാപം സൃഷ്ടിക്കണമെന്ന് നരേന്ദ്രമോദി പറഞ്ഞാൽ പോലും സൃഷ്ടിക്കത്തക്ക വിധത്തിൽ കെൽപ്പുള്ള ഒരാളാണ്. അങ്ങനെ ഒരാളെ മാറ്റി നിർത്തുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹം രാജിവെക്കുകയാണ്, മന്ത്രിസ്ഥാനമാണ് രാജിവെക്കുന്നത്. അപ്പോൾ അതിനുശേഷം ചിലപ്പോൾ വേണമെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും മന്ത്രിസ്ഥാനം കൊടുത്തേക്കാം. അപ്പോൾ സമരം എന്ന് പറയുന്നത് ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് പ്രചോദനം നൽകുന്ന രീതിയിലേക്ക് സമരം നടത്തി നമ്മളെപ്പോഴും ഓരോ തലമുറ മാറി മാറി വരുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും, നമ്മൾ അനുഭവിക്കുന്ന ഓരോ സുഖദുഃഖങ്ങൾക്കും പിന്നിൽ ഒരുപാട് ആളുകൾ അവരുടെ ജീവത്യാഗം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ വലിയ രീതിയിൽ വിപ്ലവ പ്രസ്ഥാനങ്ങളായിട്ടുള്ള എല്ലാ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളെല്ലാം പറയുന്ന കാര്യമാണ് ഇവിടെ ഒരെണ്ണ സമരം, വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ, വിദ്യാർത്ഥികളുടെ കോളേജിലെ ഓരോ കാര്യങ്ങളും, പരീക്ഷകൾ പോലും കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് പോകുന്നത് സമരങ്ങൾ ചെയ്തിട്ടാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യം. അപ്പൊ സമരങ്ങളെ നമ്മളെങ്ങനെ നമ്മളായി എന്ന് ചോദിക്കുമ്പോഴും സമരത്തിന് ഒരു പ്രത്യേക പങ്ക് വഹിച്ചു. തീർച്ചയായിട്ടും ഈ രാജ്യത്തെ മുഴുവൻ മോൾഡ് ചെയ്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് സ്വാതന്ത്ര്യ സമരമാണ്. ആ സ്വാതന്ത്ര്യ സമരത്തെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഇന്ന് സമരങ്ങളെ പോലും പുച്ഛത്തോടെ കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിനും മറ്റും പുറങ്ങളുണ്ട്. കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് സമരങ്ങളും മാറേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ സമരങ്ങൾ കൊണ്ട് ഒരുപാട് അനുഭവിച്ച ആളുകൾ അവർ തന്നെ ഇരുന്നിട്ട്, അതായത് സമരം ചെയ്ത് എന്ത് കഴിയാലും എല്ലാം ഞങ്ങൾക്ക് വേണം, പക്ഷെ സമരം ചെയ്യാൻ വരുമോ?
ഞങ്ങൾ വരുത്തില്ല, ഞങ്ങൾക്ക് സമരങ്ങളോട് പുച്ഛമാണ്, എന്തിനാണ് നീക്ക് ഈ സമരത്തിന് പോകുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് നടത്തുമ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും, നിനക്ക് എന്താണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം, നിനക്ക് വീട്ടിൽ ഇരുന്നാൽ പോരെ. ചിലപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരനായിരിക്കും ചോദിക്കുന്നത്, രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തുന്ന നേതാക്കന്മാരായിരിക്കും ചോദിക്കുന്നത്, എന്തിനാണ് നിനക്കൊക്കെ വീട്ടിൽ പോയിരുന്നാൽ പോരെ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കൂട്ടം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ടൊന്നും കാണാതെ യുവാക്കളെ തീർച്ചയായിട്ടും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്ത്, ഇപ്പോൾ എന്താണ് രാജ്യത്തിലെ യുവാക്കൾ എന്ന് ഇവർ തിരിച്ചറിഞ്ഞല്ലോ, എന്താണ് കോക്രോച്ച് എന്ന്. അത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന തലമുറയിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിലെ യുവാക്കളൊക്കെ തന്നെയും അരാഷ്ട്രീയവാദികളാണ് എന്ന് പൊതുവെ ഒരു ധാരണയുണ്ട്. കൊടി പിടിച്ച് നടക്കുന്നതല്ല രാഷ്ട്രീയം എന്ന് തെളിയിച്ചവരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടി. അല്ല, ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പറയുന്നത് പോലെ തങ്ങൾക്ക് ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു ധാരണയുമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലൊന്നും തൽപരരല്ല എന്നാണ് പൊതുവെ യുവാക്കളെ നമ്മൾ അടിവരയിട്ടത്, ഒരു സമൂഹം അടിവരയിട്ടത്. പക്ഷേ തങ്ങൾക്ക് വേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും എന്ന് കാണിച്ചവരാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുമായി പിന്തുണയർപ്പിച്ച് പോയിട്ടുള്ളവർ. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ പറഞ്ഞ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് CJP കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുന്ന സ്ഥിതി ഉണ്ടായത്. അല്ലെങ്കിൽ വെറുതെ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ തന്നെ ഒരു വിജയമായിട്ട് അവർക്ക് കാണാം. കാരണം കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെയാണ്, സാധാരണ ഇങ്ങനെയൊന്നും പ്രതികരിക്കാത്ത മനുഷ്യരാണ്. അതിൽ കർഷക സമരം എടുത്തു നോക്കുക, എത്ര നാളുകൾക്ക് ശേഷമാണ് ആ കർഷക സമരത്തിൽ നിന്ന് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള നയങ്ങൾ മാറ്റാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായി. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കൂർമ്മ ബുദ്ധി കൂടിയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം നരേന്ദ്രമോദി ധർമ്മേന്ദ്ര പ്രധാന്റെ കയ്യിൽ നിന്നും രാജി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന് ചില ലക്ഷ്യങ്ങളുണ്ടാവും. അദ്ദേഹം അങ്ങനെ തോറ്റുപോകുന്ന ഒരാളൊന്നുമല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാർഷിക സമരമാണെങ്കിലും എത്ര കാലം കൊണ്ടുപോയി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്രയും കാലം കൊണ്ടുപോയിട്ട് അപ്പോൾ അതേപോലെ ഒരു നേതാവ്, അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ യുവാക്കളുടെ മുന്നിൽ അദ്ദേഹം സ്റ്റാൻഡ് മാറ്റുന്നുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ഒരു വിജയമാണ്. നമ്മൾ ഈ കാണുന്നതൊന്നും അല്ല രാഷ്ട്രീയം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് രാജ്യദ്രോഹികളായിരുന്ന വിദ്യാർത്ഥികൾ നാളെ അദ്ദേഹം ചിലപ്പോൾ ഇവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അല്ല, കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഫ്രണ്ട്സ് എന്ന് വിളിച്ചിട്ടാണ് ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റീൽസ് ചിത്രീകരിക്കാൻ പറയുന്നത് ഉൾപ്പെടെ രാജ്യത്തെ യുവാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. കാരണം നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ സമരം യുവാക്കളുടെ ഇടയിൽ വലിയ നെഗറ്റീവ് ഇമേജ് BJPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഈ സർക്കാർ സംവിധാനത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മാറ്റണമെങ്കിൽ ഇവരെ കൂടെ നിർത്തിയെങ്കിലേ കഴിയൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണത്തിലാണ്. അല്ലാതെ ഒരു മന്ത്രി രാജിവെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതും നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ നിന്നും അദ്ദേഹം ഒരു മന്ത്രിയോട് രാജി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇതിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നരേന്ദ്രമോദി കാണുന്നുണ്ട്. ഇനി എന്താണെങ്കിലും രാജി നരേന്ദ്രമോദി അംഗീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നോക്കിക്കാണുന്ന കാഴ്ചയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇദ്ദേഹം 1977 ഒഡീഷയിൽ കോൺഗ്രസ് ഭരണകാലത്ത് ഒരു ചോദ്യപേപ്പർ ചോർച്ച നടന്നു. ആ സമയത്ത് മുൻനിരയിൽ നിന്ന് സമരം നയിച്ച ഒരു വ്യക്തിയാണ്. ABVPയുടെ ദേശീയ സെക്രട്ടറി ആയിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ. അവസാനം പാറ്റകൾക്ക് മുന്നിൽ അടിയറ വെച്ചുകൊണ്ട് ഇതാ ഈ പ്രിയപ്പെട്ട യുവാക്കളെ എൻ്റെ രാജിസന്നദ്ധ ഞാൻ അറിയിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സംബന്ധിച്ച് അഭിമാനിക്കാൻ പറ്റുന്നൊരു നിമിഷമാണ്. അതിലുപരി രാജ്യത്തെ മുഴുവൻ യുവാക്കൾക്കും ഇത് പിന്തുണയർപ്പിച്ചവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഇതൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. വരാൻ പോകുന്ന യുവജനങ്ങൾക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കുക, ഇവിടെ ആരും നിങ്ങളെ തേടി വരില്ല.